ഫെബ്രുവരി 26 ബാരിസ്റ്റർ ജി.പി. പിള്ള ജന്മദിനം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ദേശീയ നേതാവും പ്രമുഖ പത്രാധിപരുമായിരുന്ന ബാരിസ്റ്റർ ജി. പരമേശ്വരൻപിള്ള എന്ന ജി.പി. പിള്ള 1864 ഫെബ്രുവരി 26 തിരുവനന്തപുരത്ത് ജനിച്ചു. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ബിരുദം നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ കാലം മുതൽ അതിൽ സജീവമായി പ്രവർത്തിച്ചു. 1894 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി. ഇന്ത്യയിലെ ആദ്യകാല ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നായ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപരും ആയിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ജി.പി. പിള്ള അതിന് വലിയ പിന്തുണ നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ അന്യദേശക്കാരായ ബ്രാഹ്മണർ ആധിപത്യം പുലർത്തുന്നതിനെതിരായും മലയാളികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ടും 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം ജി.പി. പിള്ളയായിരുന്നു. ഇത്തരത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യ തിരുവിതാംകൂർകാരൻ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ്, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ പിതാവ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു തുടങ്ങിയ അനവധി വിശേഷണങ്ങളുള്ള ജി.പി. പിള്ള രോഗബാധയെ തുടർന്ന് 1903 മെയ് 21 39-ാം വയസ്സിൽ അന്തരിച്ചു.